ഈ കോത എന്ന് പറയുന്നത് ചേര രാജാക്കന്മാരുടെ ഒരു സ്ഥാനപ്പേരുമായിട്ടാണ് ഇതിന് കണക്ഷൻ എന്നാണ് പറയുന്നത്. കോത. അപ്പോൾ അവരുടെ ആസ്ഥാനം എന്നുള്ള നിലയിലാണ് കോതമംഗലം എന്ന് പിന്നെ പറഞ്ഞു വരുന്നത് എന്നൊരു കഥയുണ്ട്. ഹൈറേഞ്ചിൻ്റെ കവാടം എന്ന് പറയുന്നത് മൂന്നാറിലേക്ക് ഇവിടുന്ന് ഒരു 70 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിലേക്ക് ഉള്ള ഈ ആലുവ കോതമംഗലം റൂട്ട് വഴിയാണ് ഇത് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഇടമലയാർ ഡാം 26 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് ഉള്ളത്. പിന്നെ ഭൂതത്താൻകെട്ട് ഡാം വളരെ പ്രശസ്തമായ സ്ഥലങ്ങളാണ്. പിന്നെ ഡോക്ടർ സലിം അലി പക്ഷി സങ്കേതം ഇവിടുന്ന് 17 കിലോമീറ്റർ മാത്രമാണ്. കോതമംഗലം മണ്ഡലത്തിന്റെ സംസ്കാരവും ചരിത്രവും കണക്കുകളും ഒക്കെ വിശകലനം ചെയ്യുകയാണ് ഞങ്ങൾ. പൊതുവെ കോതമംഗലം മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ ഭൂമി എന്ന് പറയുന്നത് UDFനും അതേപോലെ തന്നെ കേരള കോൺഗ്രസിനും നന്നായിട്ട് സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ CPMനും മോശമല്ലാത്ത സ്വാധീനം അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം നിലവിലിവിടുത്തെ MLA എന്ന് പറയുന്നത് CPMന്റെ MLA ആണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് ഒരു 6000 ചില്ലാനും അല്ലേ, 6605 വോട്ട് ചില്ലാനും വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. പക്ഷേ അതിക്ക് മുമ്പ് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു ഭൂരിപക്ഷമാണെന്ന് എഴുതുന്നത് 19,000-ലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ തൊട്ട് മുമ്പുള്ള ഇലക്ഷൻ 2016-ലല്ലേ ഇലക്ഷൻ. അപ്പോൾ അത് കേരള കോൺഗ്രസിൽ നിന്ന് CPM പിടിച്ചെടുക്കുകയായിരുന്നു. ശരിക്കും കുരുവിളയായിരുന്നു അവിടുത്തെ കുലപതി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.